തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തു പറ്റി? ഇത് പുറത്തൊന്നും തുറക്കാൻ പറ്റുന്നതാണല്ലോ. ഇപ്പൊ എന്താ? പൂട്ടിയിട്ടിരിക്കുന്നമ്മേ. ലോക്ക് ചെയ്തെന്നോ? അത് കൊള്ളാലോ. അയാൾ എന്തിനാ ഗേറ്റ് പൂട്ടി അകത്തിരിക്കുന്നത്? ഇനിയിപ്പം വീടിന്റെ പൂട്ട് തുറന്ന് ആ സാമൂതിരോഗി വീട്ടിനകത്ത് കയറി കാണുകൂടി. അതിനുള്ള ധൈര്യം ഒന്നും കാണിക്കില്ലമ്മേ. പിന്നെ എന്തിനാണ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നേ? നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് കയറി വരാതിരിക്കാനല്ലേ? ഇനി നമ്മള് ഭക്ഷണം കൊടുക്കാതെ പോയതിന്റെ പ്രതിഷേധം വല്ലതാണോ? ആഹാ, പ്രതിഷേധിച്ചാലേ അയാൾ പട്ടിണി കിടന്ന് ചാവുള്ളൂ. എടോ ഗേറ്റ് തുറക്കടോ. എടോ ഗേറ്റ് തുറക്കാൻ. തുറക്ക, ഗേറ്റ് തുറക്കാൻ. എടോ ഗേറ്റ് തുറക്കാൻ, ഞങ്ങൾക്ക് അകത്ത് കയറണോന്ന്. ആ കാലമാണ് നമ്മൾ വന്നതുപോലും അറിഞ്ഞു കാണില്ല. എടോ ഗേറ്റ് തുറക്കാൻ. നോക്കിയിട്ട് അയാൾ എവിടെ ഇരിക്കുന്നെന്ന് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. ഗേറ്റ് തുറക്ക, ഞങ്ങൾക്ക് അകത്ത് കയറണം. തുറക്ക്. അവിടെ കാര്യം കിടന്ന് ചത്തോ ഇനി? അമ്മേ, ഇതെന്തോ പണി തന്നെയാ. അമ്മ ആരെങ്കിലും വിളിച്ചു പറ. ആണുങ്ങൾ ആരെങ്കിലും വന്നാ ഗേറ്റ് ചാടിക്കിടക്കും. ഒരു കാര്യം ചെയ്യേ, നീ സത്തിനെ ഒന്ന് വിളിച്ചേ. വിളിക്ക്. ഫോണും എടുക്കുന്നില്ലല്ലോ. ഫോൺ എടുത്തിട്ട് കട്ട് ചെയ്തത്. ശ്യാമേട്ടനും എടുക്കുന്നില്ല. നേരത്തെ എന്നെ വിളിച്ചപ്പോ ഞാൻ എടുക്കാത്തതിന്റെ പ്രതിഷേധമായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യോടി? അമ്മ, ഞാൻ പരിചയക്കാരെ ആരെങ്കിലും വിളിച്ചോണ്ട് വരട്ടെ. അമ്മ മോളെ ഒന്ന് പിടിക്കേ. അയ്യോ വേണ്ട വേണ്ടടി. ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ 100 ചോദ്യങ്ങൾ ഉണ്ടാവും. വേണ്ട. അക്കാലമാണ് ഗേറ്റ് അടച്ചിരുന്നിട്ട് എന്ത് ചെയ്യണോ ആവോ. എടി, ആളെ കൂട്ടി നമ്മൾ പട്ടിണി കെട്ട കാര്യം അയാളെ വിളിച്ചു പറഞ്ഞ നമുക്ക് നാണക്കേടല്ലേ? പിന്നെ എന്ത് ചെയ്യോ അമ്മ? എടോ തുറക്കടോ. എത്ര നേരം ഞാൻ മോളെ കൊണ്ട് ഇങ്ങനെ നിൽക്കും? നിൽപ്പ് കണ്ട ആളുകൾ ചോദിക്കില്ലേ? അതെ, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വിളിക്കട്ടെ. അമ്മ വേറെ ആരെയോ വിളിക്കുന്നുണ്ട്. പോലീസിനെ ആയിരിക്കോ? സത്യ, ഇനി മതിയാക്ക് മക്കളെ. അവരെ ഇങ്ങോട്ട് കടത്തിവിട്. അമിതമായ എന്തോ ആപത്താ. അമ്മയാണല്ലോ, എന്തായിരിക്കും? ഹലോ. എന്തിനാ നീ ഇപ്പൊ എവിടെയാ? ഞാൻ വണ്ടിയുടെ പഞ്ചർ ഒടിച്ചിട്ട് കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നീ പരിസരത്ത് തന്നെ ഉണ്ടല്ലോ. നീ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നേ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം? എന്ത് പ്രശ്നം? എടാ, ഞാനും സോനയും കൂടി കൊച്ചിന് പോളിയോ കൊടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞങ്ങൾ തിരിച്ചു വന്നപ്പോ ഗേറ്റ് അകത്തൊന്നും അടച്ച് പൂട്ടിയിട്ടിരിക്കുക. എത്ര വിളിച്ചിട്ട് ആള് കേൾക്കുന്നില്ലെന്നേ. കാലമാടൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് ആർക്കറിയാം. നീ ഒന്ന് വേഗം വന്നേ. ശരി, ഞാൻ ഉടനെ എത്താം. സത്യ, ഇനിയിപ്പോ ഈ ഗേറ്റ് തുറന്നു കൊടുത്താലോ? സത്യ, കുറച്ച് സമയമായില്ലേ? തൽക്കാലത്തേക്കുള്ള ശിക്ഷയായി. വെയിറ്റ് സമയം. അമ്മ ആരെയാ വിളിച്ചു വരുത്തുന്നതും കൂടി നമുക്ക് നോക്കാം. എന്താ അമ്മേ?
ഇത്രയും നേരമായിട്ട് തുറന്നിട്ടില്ലടാ. ഇന്ദിരേട്ടാ എത്ര നേരം എന്നറിയ ഇവിടെ നിൽക്കുന്നു. ഓ ശ്ശോ. ഞാൻ അങ്ങോട്ട് വരണോ തുറക്കാൻ? ഇന്ദിരേട്ടനാ വന്നത്. മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കുന്നുണ്ടോ? തുറക്കാൻ തുറക്കാൻ ഗേറ്റ് തുറക്കാൻ. മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കാൻ. ഞാൻ അങ്ങോട്ട് വരണോ? എടാ ഇന്ദ്രേട്ടനാ, ഇനി മതിയാക്കാം. നീ വാ. സത്യന് ശ്യാമു ഇതിനകത്തുണ്ടല്ലോ. നിങ്ങക്ക് അവരെ വിളിച്ചാ പോരായിരുന്നോ? അയ്യോ ഇവരിവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞു പോലും ഇല്ല. വിളിച്ചിട്ട് ഫോൺ ഞങ്ങൾ എത്ര വിളിച്ചെന്നറിയോ? ഇതാ വരിഞ്ഞു കയറി വന്നവന്റെ ഏഷണിയാ. അല്ലെങ്കിൽ ഇവന്മാര് ഞങ്ങളെ ഈ ഗേറ്റിന് പുറത്ത് നിർത്തില്ലല്ലോ. എന്താണ് എന്ത് ഇതൊക്കെ? പണിയാടാ ഇതൊക്കെ? അമ്മയും സോനയും എത്ര നേരമായിട്ട് പുറത്തു വന്നിരിക്കുന്നു. നിങ്ങൾ എന്തിനാ അകത്തുനിന്ന് ലോക്ക് ചെയ്തത്? അത് മനഃപൂർവ്വം ലോക്ക് ചെയ്തത് ഏട്ടാ. ഇവര് വീട് ലോക്ക് ചെയ്ത് പോയത് കൊണ്ട് ഞാനും ശ്യാമും ഒരുപാട് സമയമായിട്ട് വീടിനകത്ത് കയറാൻ പറ്റാതെ നിൽക്കുക. ആ ഒരു ബുദ്ധിമുട്ട് ഇവരും അറിയട്ടെ.